ലെഫ്റ്റ് ലിബറലുകളുടെയും തീവ്ര മതമൗലികവാദികളെയും പേടിച്ച് പലരും മനഃപൂർവ്വം തമസ്കരിച്ച പറയാൻ മടിച്ച ചരിത്രമാണ് അർമേനിയൻ വംശഹത്യ. 15 ലക്ഷത്തിലധികം ആളുകളെ പൈശാചികമായി കൊന്നുതള്ളിയ ഒരു ചരിത്രത്തെ എത്ര വിദഗ്ധമായിട്ടാണ് ചരിത്രകാരന്മാർ വിട്ടുകളഞ്ഞത്. ആരൊക്കെ അവഗണിച്ചാലും അർമേനിയൻ ജീനോസൈഡ് മ്യൂസിയം നിശബ്ദമായി പറയും തുർക്കികൾ ചെയ്ത മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലയുടെ ചരിത്രം. നമ്മുടെ ഈ വീഡിയോ അർമേനിയൻ വംശഹത്യയെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ അർമേനിയൻ വംശഹത്യ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭയാനകമായ കാലഘട്ടത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു. 1915-നും 1923-നും ഇടയിൽ ഓട്ടോമൻ സർക്കാർ അർമേനിയക്കാർ, അസീറിയക്കാർ, ഗ്രീക്കുകാർ എന്നിവരെ വ്യവസ്ഥാപിതമായി ഉന്മൂലനം ചെയ്ത നടപടിയായിരുന്നു അത്. ഈ ദാരുണമായ സംഭവം 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വലിയ വംശഹത്യയായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി കിഴക്കൻ അനറ്റോളിയയിൽ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഒരു പ്രദേശമായി അർമേനിയ നിലനിന്നിരുന്നു. വിവിധ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചത്താഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. 1890കളുടെ അവസാനത്തോടെ ഒരിക്കൽ ശക്തമായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അർമേനിയൻ ദേശീയതയുടെ വളർച്ചയെ ഭയന്ന് തുർക്കികൾ അർമേനിയൻ ജനതയെ പീഡിപ്പിക്കാൻ തുടങ്ങി. 1890കളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. 1908-ന് ശേഷം സാഹചര്യം കൂടുതൽ വഷളായി. ഒരു ദേശീയവാദ ഗ്രൂപ്പായ യുവ തുർക്കികൾ അധികാരം പിടിച്ചെടുത്തു. തുർക്കിയിൽ നിന്ന് തുർക്കികളല്ലാത്തവരെയെല്ലാം തുടച്ചുനീക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 1915-ൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഓട്ടോമൻ ഭരണകൂടം ക്രിസ്ത്യൻ അർമേനിയക്കാരെ ഒരു ഭീഷണിയായി കണ്ടു. അവർ ക്രിസ്ത്യൻ റഷ്യയുമായി ചേർന്ന് തുർക്കിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് ഭയപ്പെട്ടു. 1915 ഏപ്രിൽ 24-ന് നൂറുകണക്കിന് അർമേനിയൻ ബുദ്ധിജീവികളെ അറസ്റ്റ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തതോടെ വംശഹത്യ ഔദ്യോഗികമായി ആരംഭിച്ചു. തുർക്കിയിൽ നിന്ന് അർമേനിയൻ ന്യൂനപക്ഷത്തെ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കാൻ തുടർന്ന് നിയമങ്ങൾ നടപ്പിലാക്കി. ഗ്രാമങ്ങൾ ചുട്ടരിച്ചും മുഴുവൻ സമൂഹങ്ങളെയും മരുഭൂമിയിലേക്ക് നിർബന്ധിതമായ മാർച്ചുകൾ നടത്തി മരണത്തിന് വിട്ടുകൊടുത്തു. രക്ഷപ്പെട്ടവരെ വേട്ടയാടാൻ സ്പെഷ്യൽ കൊല്ലയാളി കമാൻഡോകളെ വിന്യസിച്ചു. മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ അതികഠിനമായിരുന്നു. പട്ടിണി മൂലം മരിച്ചുവീണുകൊണ്ടിരുന്ന അർമേനിയൻ ജനതയെ തുർക്കി പട്ടാളം കൊള്ളയടിച്ചു. സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഇഞ്ചിഞ്ചായി കൂട്ടക്കൊല ചെയ്തു. സകല പീഡനങ്ങളും അതിജീവിച്ച് ജീവനോടെ അവശേഷിച്ചവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലടച്ച് പീഡിപ്പിച്ചു. അർമേനിയൻ ജീനോസൈഡ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പൂർണ്ണ നഗ്നതായി കുരിശിൽ തറച്ചുകൊന്ന നൂറുകണക്കിന് യുവതികളുടെ ചിത്രം തുർക്കികളുടെ ക്രൂരതയുടെ കാഠിന്യം എടുത്തു കാണിക്കുന്നതാണ്. 1915-ന് മുൻപ് ഏകദേശം 2 ലക്ഷം അർമേനിയക്കാർ തുർക്കിയിൽ താമസിച്ചിരുന്നു. അതിൽ 1.5 ലക്ഷം ക്രൂരമായി കൊല്ലപ്പെട്ടു. അർമേനിയക്കാരെ കൂടാതെ റോമൻ കാലം മുതൽ അനറ്റോളിയൻ ഉപദ്വീപിൽ താമസിച്ചിരുന്ന ഗ്രീക്കുകാരും അസീറിയക്കാരും വലിയ നഷ്ടങ്ങൾ നേരിട്ടു. ഏകദേശം 4,50,000 ഗ്രീക്കുകാരും 3 ലക്ഷം അസീറിയക്കാരും കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഇത് ഈ പ്രദേശത്തെ 3 സംസ്കാരങ്ങളെയും ഫലത്തിൽ നശിപ്പിച്ചു. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ അതിക്രമങ്ങൾ വംശഹത്യയാണെന്ന് തുർക്കി സർക്കാർ ഇപ്പോഴും നിഷേധിക്കുന്നു. തുർക്കിയുടെ നാറ്റോ സഖ്യകക്ഷി എന്നതും അതിന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ ഈ നിഷേധം വളരെ പ്രധാനമാണ്. തുർക്കി അതിന്റെ അതിർത്തിക്കുള്ളിൽ പോലും വംശഹത്യയെക്കുറിച്ചുള്ള എന്തു പരാമർശവും അടിച്ചമർത്താൻ സജീവമായി പ്രവർത്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സ്വന്തം പൌരന്മാരെപ്പോലും ശിക്ഷിക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്നു. ജർമ്മനി ഹോളോകോസ്റ്റിനെ നിഷേധിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും അത് അംഗീകരിക്കുന്ന രാജ്യങ്ങളുമായി നയതന്ത്രബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക. നന്നായി രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവത്തെ ഒരു പ്രമുഖ ഗവൺമെന്റ് നിരന്തരം നിഷേധിക്കുന്നത് സത്യസന്ധമായ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും ഉത്തരവാദിത്തം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചരിത്രം പലപ്പോഴും വേദനിക്കുന്നതാണ്. അത് സംഭവിച്ചതുപോലെ തന്നെ നേരിടുകയും അംഗീകരിക്കുകയും വേണം. ഈ സംഭവങ്ങളെ നിഷേധിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് നൽകുന്നില്ല എന്നു മാത്രമല്ല, ഭൂതകാലത്തിൽ നിന്ന് പഠിക്കാനുള്ള നമ്മുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ പല രാജ്യങ്ങളും ഇപ്പോൾ ഈ വംശഹത്യയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. ഇനിയും കൂടുതൽ രാജ്യങ്ങൾ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചരിത്രം പറയേണ്ടത് നിഷ്പക്ഷമായിട്ടാണ്. ആരെയും സുഖിപ്പിക്കാനായി ചരിത്രം പറയേണ്ട ഇല്ല എന്നതാണ് നിലപാട്. Thanks for watching.